ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വലിയ തിരിച്ചടിയുണ്ടായി എന്നുള്ളത് സത്യമാണ്. എന്ന് കരുതി പാർട്ടിയുടെ അടിത്തറയ്ക്ക് എന്തെങ്കിലും കേട് സംഭവിച്ചു എന്നു തകരാറുണ്ടായി എന്നോ നിങ്ങളാരും വിചാരിക്കേണ്ടതില്ല. 19 സീറ്റിൽ തോറ്റു, ഒരു സീറ്റിൽ 3-ാം സ്ഥാനത്തായിപ്പോയി, മറ്റ് പല സ്ഥലങ്ങളിലും ബി ജെ പിയോട് കട്ടയ്ക്ക് മത്സരിക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ ഇപ്പോഴും ഈ പാർട്ടിയെ വിശ്വസിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. പാർട്ടിയിലേക്ക് ബുദ്ധിജീവികളും സാംസ്കാരിക നായകരും അടക്കം ഒരുപാട് പേർ ദൈനംദിന അടിസ്ഥാനത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുതുതായി പാർട്ടി അംഗത്വം നേടുന്ന സഖാക്കളുടെ പേരുവിവരവും അവരുടെ കുടുംബ പശ്ചാത്തലവും പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. വളരെ ബുദ്ധിയും സാമർഥ്യവും കഴിവും മികവും അന്യാദൃശമായ പല സിദ്ധികളും ഉള്ള ആളുകളാണ് ഇപ്പോൾ പാർട്ടിയിലേക്ക് വരുന്നത്. ഏറ്റവും ഒടുവിൽ ഈ പത്തനംതിട്ടയിലുണ്ടായ സംഭവം തന്നെ നോക്കിയാൽ മതി. ഇഡലി എന്ന തൂലികനാമത്തിൽ അറിയപ്പെടുന്ന ശരൺ ചന്ദ്രൻ എന്നൊരു ചെറുപ്പക്കാരനും അദ്ദേഹത്തിൻ്റെ അനുയായികളുമായ കുറച്ച് പേർ, അവർ ബി ജെ പിയുമായിട്ട് ബന്ധം പുലർത്തിയിരുന്നവരാണെന്ന് പറയുന്നു. ബി ജെ പിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് മടുപ്പ് തോന്നി, വെറുപ്പ് തോന്നി. അതിൽ നിന്ന് പൂർണ്ണമായും മുക്തി കൈവരിക്കണം എന്നാഗ്രഹിച്ച് സി പി എമ്മിൽ ചേർന്നു. അത് ചെറിയ കാര്യമല്ല, കാരണം വരുന്ന ആളുകൾ പ്രതിഭാശാലികളാണ്. ഉദാഹരണത്തിന് ഈ ശരൺ ചന്ദ്രൻ അഥവാ ഇഡലി എന്ന് പറയുന്ന ചങ്ങാതി തന്നെ ഭവനഭേദന കേസിലും സ്ത്രീ പീഡന കേസിലും ഒക്കെ പ്രതിയായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ മേൽ നേരത്തെ കാപ്പ ചുമത്തി അദ്ദേഹത്തെ ഗുണദോഷിച്ച് വിട്ടതാണ്. പിന്നെ വ്യവസ്ഥ ലംഘിച്ചതിൻ്റെ പേരിൽ കുറച്ച് നാൾ ജയിലിൽ കിടന്നാണ്. ജയിൽ മോചിതനായിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ആ ജയിലിൽ കിടക്കുമ്പോഴാണ് പുള്ളിക്ക് രാത്രി സ്വപ്നത്തിൽ പിണറായി സഖാവ് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ശരൺ ചന്ദ്രനോട് സഖാവ് പറഞ്ഞു, മകനെ ശരൺ, നീ ഇങ്ങനെ ബി ജെ പിയുടെ പുറകെ നടന്ന് ജീവിതം പാഴാക്കേണ്ടവനല്ല. നീ സി പി എമ്മിൽ ചേരും. ഇനി ജന്മകാലത്ത് നിനക്ക് പോലീസിനെ പേടിക്കണ്ട, കാപ്പയെ പേടിക്കണ്ട, കരുതൽ തടങ്കലിനെ പേടിക്കണ്ട. ആ പൊതുനിരത്തിലൂടെ നിർഭയനായി നെഞ്ചുപിരിച്ച് താലുയർത്തി പിടിച്ച് നടക്കാം. നിനക്ക് നിൻ്റെ കൂടെയുള്ളവർക്കും സി പി എമ്മിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ടിരിക്കുന്നു. എപ്പോഴും വേണമെങ്കിലും ഈ പാർട്ടിയിൽ ചേരാം. ഉടനെ തന്നെ മനസാക്ഷിയുടെ വിളി കേട്ട് ശരൺ ചന്ദ്രൻ അഥവാ ഇഡലി ഉടനെ തന്നെ സി പി എമ്മിൽ ചേരാൻ തീരുമാനിക്കുകയും പാർട്ടി ജില്ലാ സെക്രട്ടറി സഖാവ് ഉദയഭാനുവിനെ കണ്ട് വിവരം അറിയിച്ചു. അപ്പോൾ ഉദയഭാനു സഖാവിന് അതിൻ്റെ പ്രാധാന്യം മനസ്സിലായി. കാരണം ഈ പാർട്ടിയിലേക്ക് വരുന്ന ആളുകൾ ചില്ലറക്കാരൊന്നുമല്ല, എല്ലാവരും പ്രതിഭാശാലികളാണ്, കഴിവ് തെളിയിച്ചവരാണ്, സാംസ്കാരിക രംഗത്ത് വിലമതിക്കാനാവാത്ത അമൂല്യ രത്നങ്ങളാണ്. അവരെ സ്വാഗതം ചെയ്യാനായിട്ട് വിപുലമായൊരു മീറ്റിംഗ് തന്നെ വിളിച്ചു കൂട്ടി. അവിടെ ജില്ലാ സെക്രട്ടറി സഖാവ് ഉദയഭാനു നേരിട്ട് പങ്കെടുക്കുകയും ഈ ശരൺ ചന്ദ്രനെ ഹാരാർപ്പണം ചെയ്ത് സ്വീകരിച്ചു. ഹാരാർപ്പണം എന്ന് വെച്ചാൽ രക്തഹാരമാണ്. അവർ രക്തഹാരം അണിയിച്ച് സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഖാക്കളെയും രക്തഹാരം അണിയിച്ചു. ഒരു ചെങ്കൊടി അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അതുകൂടാതെ നമ്മുടെ വീണ ജോർജ് അടക്കമുള്ള പ്രമുഖ വ്യക്തികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ആവേശപൂർവ്വം ഇൻകുലാബ് വിളിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഈ രോമൊക്കെ ഇങ്ങനെ കുത്തനെ എഴുന്നേറ്റു. പണ്ട് ഈ പാർട്ടി അറിയപ്പെട്ടത് കൃഷ്ണപിള്ളയുടെ പാർട്ടി, ഇ എം ബസിൻ്റെ പാർട്ടി, എ കെ ജിയുടെ പാർട്ടി എന്നൊക്കെയാണ്. ഇപ്പോൾ അത് അറിയപ്പെടുന്നത് ഈ കൊടിസൂരിയുടെ പാർട്ടി, കിർമണി മനോജിൻ്റെ പാർട്ടി എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ ശരൺ ചന്ദ്രനെ പോലെയുള്ള ധീര സഖാക്കൾ വരുന്നത് പത്തനംതിട്ടയിലെ പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് ഇവരുടെയൊക്കെ കഴിവിൻ്റെ ഫലമായിട്ട് ഇനി പത്തനംതിട്ട ഒരു വലിയ ചെങ്കോട്ടയായിട്ട് മാറും. ഇപ്പോൾ തന്നെ ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും LDFൻ്റെ MLA മാരാണ് ഉള്ളത്. അത് 5-ൽ കൂടുതൽ MLA മാരെ അവിടുന്ന് ജയിപ്പിക്കാൻ നിവൃത്തിയില്ല. കഷ്ടകാലത്തിന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സഖാവ് തോമസ് ഐസക്ക് അവിടെ മത്സരിച്ചെങ്കിലും ജയിക്കാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണ്. അപ്പോൾ ബുദ്ധിജീവികൾ ഈ പാർട്ടിയിൽ അല്പം കുറവുണ്ട് എന്ന പോരായ്മ പരിഹരിക്കാനാണ് ഇപ്പോൾ ശരൺ ചന്ദ്രനും മറ്റുമൊക്കെ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളത്. ഇവരുടെയൊക്കെ പരിശ്രമ ഫലമായിട്ട് പത്തനംതിട്ട ഇനി ക്രെംലിനായിട്ട് മാറും. അവിടെ മുഴുവൻ വിപ്ലവകാരികളാവും. ഇപ്പോൾ വീണ ജോർജ് തന്നെ കേരള കോൺഗ്രസിൽ നിന്ന് വന്ന ആളാണ്. ഫിലിപ്പോസ് തോമസ് കോൺഗ്രസിൽ നിന്ന് വന്നതാണ്. അതുപോലെ റോബിൻ പീറ്റർ എന്ന് പറഞ്ഞൊരു സഖാവുണ്ട്, അദ്ദേഹവും കോൺഗ്രസിൽ നിന്ന് വന്നതാണ്. ഇങ്ങനെ മറ്റെല്ലാ പാർട്ടികളുടെയും കുപ്പത്തോട്ടിയായി മാറിയിരിക്കുന്ന സി പി എം ഇനിയും ധാരാളം സഖാക്കളെ ഇതുപോലെ ആകർഷിച്ചുകൊണ്ടിരിക്കും. ബി ജെ പിയിൽ നിന്ന് വരുന്ന ശരൺ ചന്ദ്രൻ. പിന്നെ പാർട്ടി തന്നെ വളർത്തിയെടുത്ത ബുദ്ധിജീവികളുണ്ട്, പ്രതിഭകളുണ്ട്. ഇപ്പോൾ സജിമോൻ എന്ന് പറഞ്ഞൊരു സഖാവ് തിരുവല്ലയിലുണ്ട്. അദ്ദേഹത്തെ സ്ത്രീ വിഷയത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ തിരിച്ചെടുത്തു. അദ്ദേഹം നിരപരാധിയാണ്, നിഷ്കളങ്കനാണ്, പ്രഗത്ഭനാണ്, പ്രാപ്തനാണ്, ബുദ്ധിജീവിയാണ്, സാംസ്കാരിക നായകനാണെന്ന് പാർട്ടിക്ക് മനസ്സിലായി. അദ്ദേഹത്തെ തിരിച്ചെടുത്തു. അപ്പോൾ ഇതുപോലെയുള്ള പ്രതിഭകളെ കൊണ്ട് പത്തനംതിട്ട പാർട്ടി സമ്പന്നമായിരിക്കുകയാണ്.
അപ്പോൾ കണ്ണൂർ പാർട്ടിയോട് ഏത് നിലയ്ക്കും മത്സരിക്കാവുന്ന ഒരു നിലയ്ക്ക് പത്തനംതിട്ട പോലും വളർന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ താൽക്കാലിക പരാജയമൊന്നും കണക്കാക്കേണ്ടതില്ല. ഇതുപോലെ ഒരുപാട് ബുദ്ധിജീവികൾ, പ്രതിഭാശാലികൾ പാർട്ടിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഗോവിന്ദൻ മാഷും പിണറായി സഖാവിനും ഒക്കെ തീർച്ചയായിട്ടും അഭിമാനിക്കാം. ഇതുപോലെ പാർട്ടിയിലേക്ക് വരുന്ന സഖാക്കൾക്കും അഭിമാനിക്കാം. ഒന്നും പേടിക്കണ്ട, പോലീസിനെ പേടിക്കണ്ട, കാപ്പയെ പേടിക്കണ്ട, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ പേടിക്കണ്ട, ആരെയും പേടിക്കണ്ട. കാരണം സർക്കാർ നമ്മുടെ കൂടെയുണ്ട്, പോലീസ് നമ്മുടെ കൂടെയുണ്ട്, പിന്നെ ആരെ പേടിക്കണം? ഇതേ ധൈര്യത്തിലാണ് പോപ്പുലർ ഫ്രണ്ടുകാരും CPM-ലേക്ക് വന്നത്. പോപ്പുലർ ഫ്രണ്ടായിട്ട് നടക്കുമ്പോൾ ഇവർക്ക് പലരെ പേടിക്കണം. NIA പേടിക്കണം, പോലീസിനെ പേടിക്കണം, വർത്തമാന പത്രങ്ങളെ പേടിക്കണം, TV ചാനലുകാരെ പേടിക്കണം, പലരും കാണുമ്പോൾ സങ്കോചിക്കണമായിരുന്നു. ഇപ്പോൾ ആ പേടി വേണ്ട. ഇവരിപ്പോൾ ധീര സഖാക്കളായി വിപ്ലവകാരികളായിട്ട് നടക്കുകയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടി നമ്മൾ കടന്നു പോവുകയാണ്. ഇതുപോലെ ഒരുപാട് പ്രതിഭാശാലികൾ ഇനിയും CPM-ലേക്ക് വരും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. വിപ്ലവം മിക്കവാറും വരുന്നത് മകരമാസത്തിന് മുമ്പായിട്ട് നടക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുവരെ നിങ്ങളെല്ലാവർക്കും ലാൽ സലാം പറയുന്നു. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.